മരിക്കുന്നതാണ് ഇതിൽ നല്ലത്. ഇപ്പൊ പങ്കുവെക്കാൻ പറ്റാത്ത കുറേ വിഷമത്തിൽ കൂടെ ഞങ്ങളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും പറഞ്ഞില്ലേ പിന്നെ എന്നാ നമ്മളിതൊക്കെ പറയാ അറിയിക്കുക. കുടിക്കാൻ പോലുള്ള ഒരു തുള്ളി വെള്ളം വീട്ടിലില്ല, വെള്ളം തരില്ല ഞങ്ങൾക്ക്. ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ബ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി നമ്മൾ പുഴയിലേക്ക് പോവുകയാണ് ഗായ്സ്. എന്തിന്? അലക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് കണ്ടോ, വേറെ വഴിക്കാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടെ താഴെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വഴി ഫുൾ ബ്ലോക്കായി. അതുകൊണ്ട് JCBയും കുറേ ആൾക്കാരും പണിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വഴിക്ക് പോകാൻ പറ്റില്ല. കാരണം അവർ താഴേക്ക് എന്തൊക്കെയോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങ് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ വഴിക്ക് പോവുകയാണ്. എൻ്റെ ദൈവമേ, ഈ കാടാണ് ഒരിക്കലും വെട്ടിയിട്ടുമില്ല കേട്ടോ അവർ. കാരണം എന്താ പറയുക, എന്താ ഇപ്പം പറയുക അല്ലേ, ഒന്നും പറയാനില്ല, അത്ര തന്നെ. പറയാനുള്ളതൊക്കെ പിന്നെ പറയാം, പറഞ്ഞാൽ പിന്നെ തീരില്ല. അതാണ് എൻ്റെ ദൈവമേ. നമുക്ക് ഇങ്ങനെയുള്ള ഈ കൂറ്റൻ കാറ്റിൽ കൂടി വേണം ഗായ്സ് നമ്മൾ പോവാൻ, അല്ലേ വാവാറ്റി? എനിക്ക് ദൈവമേ, എന്താ അവസ്ഥയാ, എന്നെ അവസ്ഥയാക്കണം പിടിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ഈ കാട്ടിൽ കൂടി സർവൈവ് ചെയ്ത് പോകണം. അറിയില്ല ആരാണ്. അയ്യോ കുഞ്ഞത്തി, ഡ്രസ് ഫുള്ള് എന്റെ എന്നാ ലൂസ് അറിയോ നോക്ക്. ഒന്നാമത്തെ കാര്യം മനുഷ്യന് അയ്യോ മഴ പെയ്യാത്തോണ്ട് അവസ്ഥയാണ്. മഴ പെയ്തായിരുന്നെ വീട്ടിൽ നിന്ന് അലക്കായിരുന്നു. എടുത്താൽ മതി. അയ്യോ എന്താ തലേന്ന് വിട് കാലമ്മടാ. എനിക്ക് വേണ്ട തല. സോറി കേട്ടോ, എന്നിട്ട് ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഡ്രസ് നേരാക്കിയതാ. ഞാൻ എങ്ങനെ വരും കുഞ്ഞാറ്റി? മുള്ളുകൾ ആ മുള്ളുകൾ കൊണ്ടുകഴിഞ്ഞാണ്ടല്ലോ, മുഴുവൻ മുള്ളാ. കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് അവസ്ഥയാവും കേട്ടോ. വഴിയില്ലല്ലോ അല്ലേ, വീഴരുത് പ്ലീസ്. ഇവിടെ കണ്ടോ സൈലന്റ് ആയി പോലെ. നമ്മുടെ ജുവാനെ ഇങ്ങോട്ട് നോക്ക്. ഹലോ ജുവാന, മവാന, കൊവാന. ഇതാ തലയിൽ വലിയൊരു ചെരുവും തുണിയും കഞ്ഞിവെള്ളം താളി എടുത്തായിരുന്നേ. ഇതുണ്ടോ, നമ്മളങ്ങനെ കാട്ടിൽ കൂടി സർവൈവ് ചെയ്തതേ. നമ്മൾ നടക്കണം. എൻ്റെ കാലിലൊക്കെയാണെ ഫുള്ള് മറ്റേ എന്താ അതിൻ്റെ പേര്, കണ്ടനക്കുത്തിയല്ല മറ്റേ. ഓ അയ്യോ അല്ല, അയ്യോ അതിൻ്റെ പേര് മുള്ളുള്ള സാധനം. ആ ഓറഞ്ച് പൂവുണ്ടാവില്ലേ, കൊണിക്കുന്നേലല്ലോ, പറഞ്ഞല്ലേ, കൊങ്ങിണി പൂവ്. അതിന്റെ ചെടി കാലിൽ ഒരഞ്ഞ് വലിച്ച് മുണ്ടെടുക്കാത്തോണ്ട് കാലിൽ ഫുള്ളേ. നമ്മള് ഇങ്ങനത്തെ വഴിയില്ലാത്ത പണ്ടാരം പിടിച്ച വഴി കൂടി അല്ലേ പോകുന്നേ ഗൈസ്. ഇതൊക്കെ ഞങ്ങളുടെ വിധിയാണ് ഗൈസ്. വിധിന്ന് മാത്രമേ ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലേ അമ്മേ? ഒടുക്കത്തെ അവസ്ഥകളാണ് അമ്മേ. അപ്പം നമ്മളങ്ങനെ ആണേലോ ഇങ്ങനെയുള്ള അവസ്ഥയിലൊന്നും ഒരിക്കലും മഴയുണ്ടാവില്ല. ഈ താഴേക്ക് പുഴയിൽ പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പണ്ട് പുഴയിൽ പോകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എൻജോയ് ആയിരുന്നു ഞങ്ങൾക്ക്. ഭയങ്കര ജോയ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്ന് പുഴയിൽ പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കഷ്ടകാലത്തിൻ്റെ ഒരു വലിയ ഭാഗമായേക്കുവാണ് പുഴയിൽ പോകാന്ന് പറയുന്നത്. അയ്യോ വഴിയില്ല പുഴയിൽ പോകാൻ ഒന്നാമത്തെ. ഓ ഇതിനെന്തൊരു കന. അങ്ങനെ നമ്മൾ നടക്കുവാണ്. 2-3-4 ദിവസത്തെ തുണിയുണ്ട് ഗൈസ് അലക്കാൻ. അതും പെറുക്കി കെട്ടിയാണ് ഇപ്പോൾ പുഴയിലേക്ക് പോകുന്നത്. കുളി തന്നെ ഇല്ല മനുഷ്യനിപ്പം. അവസ്ഥകൾ മിക്കവാറും ഈ അടുത്ത് തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ട സാഹചര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ മമ്മേ? ഞങ്ങളുടെ അവസ്ഥകൾ വളരെ മോശമാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഒന്നും ആർക്കും തോന്നില്ല അല്ലേ അമ്മേ? കാരണം അവസ്ഥകൾ മിക്കവാറും എനിക്ക് അടുത്ത് തന്നെ ചെയ്യേണ്ട വരും, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതുപോലെ ഹോം ടൂർ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അല്ലേ മമ്മേ? ആണോ അല്ലേ? വൈഫൈ ആണെന്ന് തോന്നുന്നു, വൈഫൈ ബോക്സ് പോലെ ഉണ്ട്. അത് കണ്ടിട്ട് വൈഫൈ അത്. ഹോം ടൂർ എന്നോട് ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത്, എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് കാരണമാണ് ഹോം ടൂർ ഇടാതിരുന്നത്. അപ്പം ഹോം ടൂർ ഇടേണ്ട സാഹചര്യം കൂടി ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഹോം ടൂർ കണ്ടിട്ട് പിന്നെ എനിക്കറിയില്ല നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോഴേ ഒന്ന് നിങ്ങളുടെ റിയാക്ഷൻ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പം ഹോം ടൂർ അടുത്ത് തന്നെ ഞാനും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സാഹചര്യം നോക്കട്ടെ, മിക്കവാറും എനിക്ക് ഇടേണ്ട വരും. കാരണം സിറ്റുവേഷൻ വന്നിട്ട് ഇടാന്നാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിക്കവാറും ഹോം ടൂർ ഈ അടുത്ത് തന്നെ നമുക്ക് ഇടേണ്ട വരും.
കാരണം അത്രയും അവസ്ഥയിലാണ്. ചിലപ്പോൾ എനിക്ക് ലൈവിൽ വന്നിട്ടായിരിക്കും ഹോം ടൂർ ഇടേണ്ട വരിക. എന്താ സാഹചര്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാര്യങ്ങളുടെ പോക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ നോക്കി ഇവിടുത്തെ ഒരു പുളിമരത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ പുളിമരത്തിൽ നിറച്ച് പുളിമരം ഉണ്ട് കേട്ടോ. അയ്യോ കാണിക്കുന്നില്ല എൻ്റെ ദൈവമേ, വീട്ടിൽ ആൾക്കാർ വരും അമ്മേ. പക്ഷെ വഴിയില്ലാതെ എന്ത് ചെയ്യും, ക്യാമറയിൽ വീട് വരുന്നതിന് ഇപ്പോൾ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതുണ്ടോ നമ്മുടെ പുളിമരമല്ല, നമ്മുടെ പുളിമരത്തിൻ്റെ അവസ്ഥ ഇതുണ്ടോ. അവരുടെ ഹോം സ്റ്റേ തുടങ്ങിയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ പുളിമരത്തിൻ്റെ ഒന്നും അടുത്തേക്ക് നമുക്ക് പോകത്തില്ല. പുളിമരം ഉണ്ടോയെന്ന് അറിയത്തില്ല, വെട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ മമ്മേ? പുളിമരം ഉണ്ടോ അറിയില്ല. താഴെ പുഴയിൽ ആൾക്കാരുണ്ടോയെന്ന് അറിയത്തില്ല. പുതിയ വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഇതിവിടെ വലിയൊരു ഉറുമ്പും കൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓ വാ, വാട്ട്സ് ദാറ്റ്? അയ്യോ ഗായ്സേ, അമ്മ എൻ്റെ കാലിലേ മുള്ളു പറഞ്ഞിട്ട് ഇതേ ചോര വരുന്നു. ഈ കണിക്കൊന്നല്ല എന്നെ, ചീമക്കൊന്നല്ല, കുറേ കൊന്നേ ഉള്ളതുകൊണ്ടേ. ഏതാ വഴി? ഉറുമ്പും കൂടെ വലുതാ. ഈ മരത്തിനൊക്കെ പശ വരുവാണെന്ന് ഗൈസ്. ഇപ്പോൾ പശയും കാണാനില്ല കേട്ടോ. അയ്യോ, അതിൻ്റെ മുകളിൽ വലിയ ഓർക്കിഡ് ഉണ്ട്. അപ്പം നമുക്ക് ഓർക്കിഡ് നോക്കിയിട്ട് വന്നാലോ? ഓ, ഇതേ കൂടിയോ ഇഷ്ടം പോലെ. ഇതിന് ഭയങ്കര കനാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഈ ബക്കറ്റും ഈ തുണിയൊക്കെ കാണുന്നത് അവിടെ ഇട്ടിട്ടെ. അമ്മേ ഇതല്ലേ ഹായ് വെള്ളപ്പൂമ്പാറ്റാ ഗൈസ്. ഇതൊക്കെ ഇവിടെയാ അമ്മേ, എന്നാ കാടാല്ലേ. നമുക്ക് ഈ കാട്ടിക്കൂടിയാണ് നമുക്ക് നടന്നു പോകുന്നുണ്ടോ. ഈ ചെടി നട്ടിട്ടുള്ള ഇല മുളച്ചിയാ നിറച്ചിങ്ങനെ കാടാനുണ്ടോ. എന്താ നോക്ക്, നിറച്ച് കാടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വിറകൊക്കെ എടുക്കാമെന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വരുന്ന വഴി അവിടെയായിരുന്നു. ഇവിടെ നമ്മൾ വന്നത്. നമ്മൾ ഈ മരത്തിലൊന്നും ഓർക്കിഡ്സ് ഒന്നും കാണുന്നില്ല. ഈ ആ മരത്തിൽ മുകളിൽ ഓർക്കിഡ് കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറയ്ക്ക് ഇന്നാണ് ചാർജ് ഇല്ല. ഞാനിന്ന് ശരിക്കും വ്ളോഗ് എടുക്കണം എന്ന് ഓർത്തതല്ല, പക്ഷെ എന്തായാലും വരുമല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വ്ളോഗ് എടുത്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫ്യൂച്ചറിൽ നമുക്കിനി വന്നിട്ട് പുഴയിലേക്കൊന്നും വരാൻ പോലും പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അവസ്ഥകൾ അതേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ JCBൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ? കേട്ടോ, ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ മഞ്ഞ കാണുന്ന അവിടെ മണ്ണ് അവർ മാന്തി വഴിയൊക്കെ റെഡിയാക്കിയതാ തോന്നുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ പാൻ്റാണേലും ഷോർട്സ് ഇപ്പോൾ നിലത്തെത്തും. ഇനിയിപ്പോൾ ഇന്ന് വേണം മനുഷ്യനൊന്ന് കുളിക്കാൻ. മതിയായിരുന്നു, ഇന്ന് വേണം ഒന്ന് കുളിക്കാൻ. പുഴയിൽ പോയി ചാടി. അമ്മേ, ഇതെന്താ സാധനം എന്നറിയോ? കാണുന്നുണ്ടോ? ഇതെന്താ സാധനം എന്നറിയോ ഗൈസ്? ഇതാണ് നമ്മുടെ ചീവീടിൻ്റെ തൊണ്ട്. ഇതുണ്ടോ? ഇതിനകത്ത് നിന്നാണ് ചീവീടുണ്ടാകുന്നത്. ഇതുണ്ടോ? ഞാൻ അന്നുണ്ട് ഗൈസേ, ഞാൻ മണ്ണ് കളച്ചപ്പോൾ ചീവീടിൻ്റെ ഈ രൂപം ഈ കണ്ട രൂപം മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്ന ചീവീട് മണ്ണിൻ്റെ അടിക്കുന്നതാന്ന് തോന്നുന്നു ഉണ്ടാകുന്നത്. വേറെടുത്ത് പുഴുവാണ്. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് കയറിയിരുന്ന് മരത്തിലൊക്കെ പിടിച്ചിരുന്ന് അതിൻ്റെ തൊണ്ട് പൊളിച്ച് കളഞ്ഞിട്ടാന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നാന്ന് തോന്നുന്നു ചീവീട് ഉണ്ടാകുന്നത്. എനിക്ക് ചീവീട് അങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല. അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. അതിവിടെ ഇപ്പോൾ സൗണ്ട് കേട്ടില്ല, ഇവിടേക്കും കണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ താഴേക്ക് പോകാനുള്ള പരിപാടിയിൽ നിൽക്കണം. ഇവിടെ നമ്മുടെ പങ്കിന് പുതിയ ആരോ ഒരു പേരിട്ടിട്ടുണ്ട് ഗൈസ്. എന്താ നിക്കറല്ലോ അയ്യോ, അത് പറയാൻ പറ്റും. ഒരു വാസമാണ്. നിങ്ങളൊക്കെ എന്താ തോന്നുന്നത് പറയാം ഗൈസ്. ഇത് പേരക്കപ്പഴമൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി അങ്ങനെ പുഴയിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം, പുഴയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഉള്ളൊരു വീടുണ്ട്. ആ വീട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ നമ്മളെ തല്ലിക്കൊല്ലും ഇല്ലേ മമ്മേ? അയ്യോ ഇല്ല എൻ്റെ മമ്മേ, ഇല്ല. പക്ഷെ കാണുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണിക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ അവരോട് വീട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറയണം. ഇല്ല ഗായ്സ്, അങ്ങനെ ഈ വഴിക്കാണ് ഇപ്പോൾ നമുക്കിനി ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പുറത്തെ വഴി കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റിയാലേ. അപ്പോൾ നമ്മളിത് നടന്നു പോകണം മമ്മേൻ്റെ കൂടെ. ഇവിടെ ഒരു കാര്യം ചെയ്തോട്ടാ മമ്മേ, വീഡിയോ എടുക്കാൻ പാടില്ല, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ടേ ഒരു ബോർഡ് എഴുതി വെച്ചോട്ടെ അല്ലേ. ബാക്കിൽ കാണുന്നൊന്നും ആരെയും തൽക്കാലം കാണണ്ട. നമുക്ക് നമ്മുടെ കാര്യം മാത്രം. അങ്ങനെ ഇഞ്ചിമാങ്ങയാണ് ഇതൊക്കെ. അത് കൂടെ മഞ്ഞളും ഉണ്ട്. അപ്പോൾ ഈ കാട്ടിക്കൂടി മുഴുവൻ നമ്മൾ നടന്ന് പുഴയിലേക്ക് നടക്കുകയാണ് കേട്ടോ. കാല് ഫുള്ള് ഉറഞ്ഞിട്ടുണ്ട്, അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നടന്ന് നമ്മുടെ പുഴയിലേക്ക് നമുക്ക് നടന്നു പോകാം കേട്ടോ. ഓരോ അവസ്ഥകൾ. നല്ല വെയിലാണ്. ഇത്രയും നേരം വെയിലുണ്ടായിരുന്നില്ല. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വെയിലാണ്. എന്താ അവസ്ഥയല്ലേ. വാ ഗായ്സ്, കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ പേരുള്ള ആ പൂവില്ലേ, ഇതുണ്ടോ നിൽക്കുന്നു. മണലില്ലേ? അയ്യോ, മോസ്റ്റ് മണലാണല്ലോ ഗായ്സ്. ഇത് കണ്ടോ അമ്മേ, മോസ്റ്റ് മണൽ. അയ്യോ എന്തൊരു വെയിലാണ് എൻ്റെ മമ്മ. അയ്യോ, മനുഷ്യൻ മുണ്ടു കൊടുത്തില്ല. ഭയങ്കര വെയിലാണേ. ഈ വെയിലത്ത് നിന്നിട്ട് വേണം ഇനി അലക്കാൻ. വീട്ടിലിരുന്നപ്പോൾ മഴേൻ്റെ ഒരു ഇതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല.
ഇതുണ്ടോ പുഴ? കുഴപ്പമില്ല, കുറച്ച് കളങ്ങിയിട്ട് ആ പോലെയൊക്കെ തന്നെ. വെള്ളം ലേശം കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ അലക്കാതെ രക്ഷയില്ല. മോസ്റ്റായിട്ട് നമുക്ക് നടക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ ജുവാന എവ്ലിൻ്റെ തലേന്ന് തുണി നമ്മൾ ഇറക്കി താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞോ. ഭയങ്കര വെയിലാണ്, ഇതാണ് പറയാനുള്ളത്. എന്തൊരു വെയിൽ അറിയുന്ന ഒത്തിട്ട് വന്നായിരുന്നു. എന്തെങ്കിലും അവസ്ഥകൾ കൂടുതൽ പറയാനുണ്ടോ? അതുപോലെ 5 മണി കഴിയുമ്പോഴേക്കും ആൾക്കാർ വരും. അതൊന്നും വേഗം അലക്കിയിട്ട് പോകാൻ പറ്റും. അവസ്ഥ ഭയങ്കര, എനിക്കൊന്നും പറയാൻ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്, ഒരുപാട്. കാരണം നിങ്ങളോടൊന്നും ഇപ്പൊ പങ്കുവെക്കാൻ പറ്റാത്ത കുറേ വിഷമത്തിൽ കൂടെ ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാണുമ്പോൾ ഓർക്കും ഭയങ്കര സന്തോഷമാണ്, ചിരിയാണ്, വർത്താനാണ് എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് ഭയങ്കര അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥയാണ്. ഇപ്പം തന്നെ നമ്മൾ വരുന്ന വഴിയുണ്ടോ, വഴി പോലും ഇല്ല. നമുക്ക് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഡൗട്ടിലാണ് ഇപ്പം. ഇപ്പൊ കേട്ട കാഴ്ച ചിരിക്കും പറ്റേ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? അതൊന്നുമല്ല, ഇപ്പൊ അവസ്ഥയെ മോസ്റ്റ് അവസ്ഥയെ കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിൽ ആർക്കും ഉണ്ടാവരുത്. ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അവസ്ഥകൾ ഞങ്ങൾക്ക് തുറന്ന് പറയേണ്ട വരുമാ പറ്റേ. കാരണം ഇതൊന്നും ആരെ അറിയിക്കരുത്, പറയരുത് എന്ന് ഞങ്ങൾ ഓർത്തതാ. പക്ഷെ അവസ്ഥ വന്ന് ഭവിക്കുക. ഇനിയിപ്പം നമ്മളെ എല്ലാവർക്കും, നമ്മുടെ കാഴ്ചകൾക്ക് നമ്മളെ അറിയാം. ആ സ്ഥിതിക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയട്ടെ അല്ലേ അമ്മ? നമ്മൾ എന്തിനാ മൂടി വെക്കുന്നത്? മൂടി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ മൂടി വെച്ചതും അല്ല. കാരണം ഇതൊന്നും ആരെ ഇപ്പം അറിയിക്കേണ്ടെന്ന് ഓർത്തിട്ടായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും എല്ലാവരും അറിയണം. ഭയങ്കര വെയിൽ, ചുട്ടു പൊള്ളുന്ന വെയിൽ. ഈ വെയിലത്ത് നിന്നിട്ടാണ് ഒരു കൊന്ന് അലക്കാൻ. വീട്ടിലൊരു തുള്ളി വെള്ളമില്ല. ഒന്ന് ഓർത്ത് നോക്ക്, കുടിക്കാൻ പോലുമുള്ള ഒരു തുള്ളി വെള്ളം വീട്ടിലില്ല. വെള്ളം തരില്ല ഞങ്ങൾക്ക്. ഇപ്പം അങ്ങ് കാട്ടിലും മേട്ടിലും പോയിട്ടാണ് വെള്ളം പൊക്കിക്കൊണ്ട് വരുന്നത്. ജീവിക്കുന്നത് വളരെ കഷ്ടത്തിലാണ് ഗൈസേ. നമ്മള് മരിക്കുന്നതാണ് ഇതിൽ നല്ലത്. പക്ഷെ നമ്മളങ്ങനെ തോറ്റു കൊടുക്കരുതല്ലോ അല്ലേ മമ്മ? നമ്മൾ തോറ്റു കൊടുക്കില്ല, അത് വേറെ കാര്യം. കഷ്ടപ്പാടുകൾ കൂട്ടി തന്നോണ്ടിരിക്കുക. കാരണം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിൽ കൂടെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം എന്താ പറയാ, ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലേ പിന്നെ എന്നാ നമ്മളിതൊക്കെ പറയാ അറിയിക്കുക? എന്ന് പറയാനാ മമ്മ? പിന്നെ എന്ന് പറയാനാ പറയണം. അത് തന്നെ ഇപ്പൊ പറയാനാ. പിന്നത്തേക്കൊന്നും വെക്കണ്ട, എല്ലാരും അറിയട്ടെ. എല്ലാരും അറിയാം. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. പക്ഷെ ദൂരെ ഉള്ളവർക്കൊന്നും നമ്മുടെ അവസ്ഥകളൊന്നും അറിയില്ല മമ്മ. അങ്ങനെ വീഡിയോയിൽ കാണുന്ന പൊട്ടന്മാരാന്ന് തന്നെ വിചാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ പൊട്ടന്മാരാണോ? അത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ സ്ഥാനത്ത് നിന്നാൽ മാത്രമാണ് നമ്മുടെ അവസ്ഥ മനസ്സിലാവുള്ളൂ. അല്ലാതെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എന്ത് വേണമെങ്കിലും പറയാം. അവസ്ഥകൾ നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം അല്ലേ? ഇപ്പൊ തന്നെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ലോങ് ആയി. കാരണം പറഞ്ഞില്ലേ, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല വീട്ടില്. അതിന്റെ ഓട്ടത്തിലായിരുന്നു. പക്ഷെ വെള്ളം എന്ന് പറയുന്നത് എന്താ പറയാ, വെള്ളം തരില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദോഷല്ലേ? അതും സ്വന്തം ആൾക്കാർ. ഒന്ന് ഓർത്തു നോക്ക് അല്ലേ? എനിക്കല്ല, പറയേണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ സമയത്ത് ഞാൻ പറയാം. ഗായ്സ്, അങ്ങനെ നമ്മൾ പുഴയിലേക്ക് നടന്ന് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പാലം ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? എന്റെ ദൈവമേ, നോക്കിക്കേ ഗായ്സ്, പാലത്തിന്റെ തൊട്ട് താഴെ നോക്ക്, മണലിന്റെ തിട്ട വന്നു ഗായ്സ്. എന്റെ ദൈവമേ, ഐ കാൻ ബിലീവ് ദിസ് ഗായ്സ്. നോക്ക്, എന്തോരം മണലും ഒന്ന് കയറിയേക്ക്. നമുക്ക് ഈ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ വരാൻ പോലും പറ്റില്ലായിരുന്നു. നോക്ക്, നമ്മളിപ്പോ ഇത് നമ്മൾ നോക്ക്, പാലത്തിന് തൊട്ടടിക്കെത്തി. ദൈവമേ, ഇല്ല എന്റെ മമ്മ ഇവിടേക്ക് അധികം പോവല്ലേ ദൂരേക്ക്? പാലത്തിന്റെ അടുക്ക് ഞാനടാ ആദ്യമായിട്ടാ ഗായ്സ് ഈ പാലത്തിന്റെ അടുക്ക് ഞങ്ങൾ ഇങ്ങനെ വരുന്നില്ലേ മമ്മ? എന്റെ മമ്മ മണലിലൊക്കെ വന്നിട്ട് ഇത്രയും താഴത്തുള്ളടത്ത് മണൽ വന്ന് കയറുന്ന എന്താ അവസ്ഥ? അമ്മ ഇത് പിടിക്ക്, ഞാൻ ഈ പാലത്തിലൊന്ന് കയറട്ടെ. പിടിക്ക്. ഹലോ എന്നെ വീഡിയോ എടുക്കണം. ഹലോ ജുവാന, അടിയിൽ എന്തെങ്കിലും ഉള്ളത്. എന്താണ് ഇവിടുത്തെ മീനുകളൊക്കെ എവിടെ പോയി അമ്മേ? മീനുകളൊക്കെ പോയി ഉണ്ടാവും. ഇന്നത്തെ അങ്ങോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, മോട്ടറിന്റെ പൈപ്പ്. ഇതല്ലേ
ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. ശ്രദ്ധിക്കണേ. അതുതന്നെ ഞാൻ പറയാം, ശ്രദ്ധിക്കില്ലേന്ന്. കറണ്ട് തലതിരിവ് അപ്പം എല്ലാം പറയുന്നു. ഇവിടെ പിടിക്കാനൊന്നുമില്ല. വേണ്ടെന്നേ. അതെന്റെ തലയെ സാധനം വീഡിയോ ഒന്ന് എടുത്തു തരുമോ? വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ. എന്റെ ചപ്പറി തലയായി ഗൈസ് ഇല്ലേ? വേഗം അലക്കിയില്ലെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് വീഡിയോസ് ഷോർട്സ് എടുക്കണേ. ഓ പിന്നല്ലേ, മണൽത്തിട്ട വന്നു, മണൽത്തിട്ട വന്നു. ഇതാണ് വേതാളത്തിന്റെ പ്രശ്നം. അതാ കൊച്ചിന് ഇത് ചാർജ് ഇല്ലേ ക്യാമറയ്ക്ക്? ക്യാമറയ്ക്ക് ചാർജ് ഇല്ല. ഇന്ന് വ്ളോഗ് എടുക്കുന്ന പോലും ഞാൻ ഓർത്തില്ല. അതുകൊണ്ട് ക്യാമറ ഒക്കെ എടുത്തിട്ട് എത്ര ദിവസമായി വന്നേ? നമ്മുടെ ഓട്ടപ്പാച്ചിലിന്റെ ഇടയ്ക്ക് ക്യാമറ എന്നുള്ള സാധനം തൊട്ടിട്ടുണ്ട് എത്ര ദിവസമായിട്ട്. നോക്കൊരു ക്യാമറ തൊടാനുള്ള ടൈം പോലും ഉണ്ടാവില്ല. കുറച്ചുകൊണ്ട് കുറച്ചുകൂടെ അമ്മയോട് അന്ന് പറഞ്ഞ ചീര കണ്ടപ്പോ പറിച്ചു വന്നു. നമ്മളങ്ങ് കുറച്ചാൽ മതിയായിരുന്നു രേറ്റേ. സത്യം. എന്താ പ്രശ്നം ഈ വേതാളത്തിന്? വെയില് കൊണ്ട് വേതാളത്തിന് അറിഞ്ഞാണം കാണുന്നുണ്ട്. പൊന്നു കുളിച്ച് വാങ്ങിത്തരും, ഞാൻ നടാം. അല്ല കുളികൻ കടവിൻ പുഴയുടെ തീരത്ത്. കുളികൻ കടവിലെ പുഴയുടെ തീരത്ത് ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമരങ്ങൾ. ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമരങ്ങൾ. ഈ പുഴയും കുളിർക്കാറ്റും. ഇപ്പൊ നമ്മളിത് അലക്കിക്കൊണ്ടിരിക്കുകയാണ് മമ്മ. ഇതുണ്ടോ, അപ്പൊ ഞാനും സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ. അല്ലേ മമ്മേ? സത്യം പറഞ്ഞ ഈ ഒരു വ്ളോഗ് ഞാൻ ആക്ച്വലി എടുക്കണം എന്ന് ഓർത്തതല്ല, എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നേ. അല്ലേ മമ്മേ? എന്ത് മുന്നറിയിപ്പെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, എന്താ പറയുക, ഞങ്ങളുടെ ഹോം ടൂർ, ഞങ്ങളുടെ ലൈഫ്, ഞങ്ങൾ ആരാ, ഞങ്ങൾ എന്താ, എല്ലാം ഞങ്ങൾ ഇനിയുള്ള വീഡിയോസിലൂടെ പറയാൻ പോവാണ്. ഇല്ലേ മമ്മേ? എല്ലാവരുടെയും കുറേ നാളത്തെ ക്വസ്റ്റ്യൻ മാർക്കിനുള്ള ഉത്തരമാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നു എന്ന് മാത്രം. അതിനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടില്ല. കാരണം വ്ളോഗ് ഇടാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ലേ, വെള്ളമില്ല ഗൈസ്. അല്ലേ? വെള്ളമില്ല. പിന്നെന്തല്ലാത്തത്? പിന്നെ ഭാഗ്യത്തിന് മഴയില്ലാത്ത കാരണം പുഴയിലേക്ക് വന്നു. അല്ലെങ്കിൽ മഴയുണ്ടേ ഭാഗ്യമല്ലേ? എന്താ ഇങ്ങനെ പറയുന്നേ? പുഴയിലേക്ക് വന്ന് വഴി പോലില്ല, കഷ്ടപ്പാടല്ലേ? അതുകൊണ്ടോ അവിടെ ഒരു ചാക്രാതിരിക്കുന്നത്. ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാ ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ I don't know guys, എങ്ങനെയാന്ന് മാത്രം അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതേ വെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മേനൂടെ വേഗം ഒന്ന് അലക്കാൻ കൊടുത്തേട്ടോ ഗായ്സ്. അങ്ങനെ ഒരു കുന്ന് നമുക്ക് അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഒരു കുന്ന് തുണി നമ്മളിത് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എനിക്ക് അലക്കി സോപ്പിട്ട് തരും, ഞാനത് അടിച്ചലക്കും. അത് വവാറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. വവാറ്റ് ഉരുപ്പിഴിയും. ആ ബാക്കിലൊരു ചെരുവുണ്ട് ആ ചെടിയിലെ ചെരുവത്തിലേക്ക് ഇടുക തന്നെ അവസ്ഥ. ഒത്തുപിടിച്ചാൽ മലയും പോരും ഗായ്സ്. അങ്ങനെ നമ്മൾ നോക്കി അലക്കി മടുത്തു. നമുക്കിനി ഇത്രയും കൂടി നമുക്കിനി ബാക്കി അലക്കാനുണ്ട്. അവിടെ വവാറ്റ് ഇവിടെ ഊരിപ്പിഴിയുന്ന ബസ്സിലാണ്. അവിടെ നടക്കുന്നുണ്ട് ചെരുവത്തിൽ നിന്നിട്ട്. സൂര്യനാണ് ഞങ്ങളുടെ പ്രതികാരം ചെന്നോണ്ടിരിക്കുക. പ്രകൃതി അടക്കം ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടാണ്. അല്ലേ അമ്മേ? മഴപോലില്ലാതെ സഹായിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഇവിടെ വീഡിയോന്റെ ബിസിയിലാണേ. ഞങ്ങളൊരു കൈ സഹായിക്കുക അതില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്യട്ടെ വേഗം കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മളിനി തല കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തലയിൽ ഞാൻ താളിയും കഞ്ഞിവെള്ളം കാര്യങ്ങളൊക്കെ തേച്ചിട്ട് നിൽക്കുവാണേ. അപ്പം ദേ ബാബാച്ചോടെ തലയിൽ വന്നിരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ താളി തേച്ചിട്ട് നിൽപ്പുണ്ട്. അമ്മ ഇതേ പേരക്കപ്പാട് നിന്നുകൊണ്ട് നിൽപ്പുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ പേരക്കപ്പാടുണ്ട് കേട്ടോ. ഒരു പേരും ധാരാളം പേരക്കപ്പാട് ഉണ്ട്. അപ്പം ഞങ്ങൾ പുഴ വന്ന സ്ഥിതിക്ക് അത് തിന്നാന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രശ്നം തന്നെ. ഹായ് തൊണ്ട് കാണുക. അതെ, നമുക്കിനി വേഗം കുളിക്കാം. ക്യാമറയ്ക്ക് ഇപ്പം തന്നെ ചാർജ് ചെയ്യുന്നു ഗായ്സ്. നല്ല പണി വെച്ചിട്ടുണ്ട്. കൈമാകതെ നല്ല അസലായിട്ട് പൊട്ടി ഇങ്ങ് പോന്നിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചിങ്ങ് എടുത്തിട്ടുണ്ട്. കണ്ടോ?
നഖം പൊട്ടി. ഇപ്പോഴത്തെ ഈ ഒരു നഖത്തിൽ മാത്രം, വിരലിൽ മാത്രമാണ് നഖമുള്ളൂ. അമ്മേ, എന്തായാലും അവസ്ഥ അതുപോലെ ആയിട്ടില്ലേ? അടിപൊളി. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോയില്ല. അല്ല പാമ്പും ചേമ്പും ഉണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിരുന്നോ. അമ്പള വലിയ ചേഞ്ചൊന്നുമില്ല, വെള്ളം ഒരു ലേശം കൂടി, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്തേക്ക് പോകാം. I think guys, നമ്മുടെ പുഴ ഇറ്റ്സ് നോട്ട് ക്ലിയർ. ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം പുഴയിൽ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു വെള്ളത്തിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മീനുകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഗൈസ് അധികം. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ സോപ്പൊക്കെ തേച്ചിട്ടൊന്ന് കുളിക്കണം നന്നായിട്ടൊന്ന്. അമ്മയ്ക്കിത് കുളിച്ച് കയറി നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഇവിടെ ഫുള്ള് കലങ്ങി മറിഞ്ഞാണ് കേട്ടോ ഗൈസ് കിടക്കുന്നത്. പാൻ്റാണെ ഫുള്ള് നോക്കി കഴിഞ്ഞ് ഞാൻ സോപ്പൊക്കെ തയ്ക്കിട്ടോ. കാണണോ ഗായ്സ്? അപ്പം നമുക്കിത് സോപ്പ് തയ്ക്കാള്. പക്ഷെ ഗായ്സ് എനിക്ക് എല്ലാ സോപ്പുകളും തന്നെ അലർജിയാണ്. അപ്പം എനിക്ക് ഗ്ലിസറിൻ സോപ്പാണ് ഗായ്സ് അലർജി ഇല്ലാത്തതുള്ളൂ. പിന്നെ അല്ലാതെ പിന്നെ വേറെ കുറച്ച് സോപ്പുകളുണ്ട്. അലർജിക്ക് അല്ലാത്ത സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. താഴെ മതി. അപ്പം മേല് മുഴുവൻ സോപ്പൊക്കെ നമ്മൾ നന്നായിട്ട് തേക്കുവാണ് ഗായ്സ്. അപ്പം ഇവിടെ ചിലതൊന്നും താളി പോലും തേച്ച് കഴിഞ്ഞിട്ടില്ല. ആനക്ക് എന്താ കുഴപ്പം? ഇങ്ങടുത്ത് എന്തത് എന്റെ തോർത്തതാ. എവിടെ ഗായ്സ്? നമുക്ക് ചെവി വെച്ചത് ഇങ്ങനെ കഴുകണം, കഴുത്തൊക്കെ കഴുകണം. ഗായത്രിനെ വിളിക്കാൻ അറിയണ്ട, പക്ഷെ എനിക്കറിയണ്ടേ. അമ്മ ഒന്ന് കുളിപ്പിച്ച അമ്മ, ഒന്ന് കുളിപ്പിച്ച അമ്മ. അധികം എനിക്ക് കാണണ്ട പോകുമ്പോഴേക്കും ഓ ആദ്യം ബാക്ക്ഗ്രൗണ്ട് വച്ചിട്ടോ വരുന്നോ? ചവിട്ടി തന്നെ ചേർപ്പിക്കോ? നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് ഗൈസ് ഞാൻ ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത്. ഡു യു വാണ്ട് ടു സീ? യെസ് ഐ വിൽ. കണ്ടോ നോക്ക്, പാറയുടെ അടിക്കാണ് കേട്ടോ. കണ്ടോ അടിപൊളിയായിട്ടില്ലേ? ഇടയ്ക്കൽ കേസിലൊക്കെ ഐ മീൻ അതന്നെ നമ്മൾ പിന്നെ ഫാൻറ്റം റോക്കിൽ പോയ വ്ളോഗല്ലേ എടുത്തത്, അവിടെ പോലെ ഉണ്ടല്ലേ. വൈബ് തന്നെ, വൈബ്. വെള്ളം സോപ്പൊക്കെ തേച്ച് അടിപൊളി. വരുന്നുണ്ടാവില്ലോ someone is coming here. ഓ എൻ്റെ ഗായ്സ് നഖം പൊട്ടിയത് ഭയങ്കര ട്രാജഡി ആയിപ്പോയി കേട്ടോ. ഭയങ്കര ട്രാജഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ വരുന്നുണ്ട്. അയ്യോ ആരും കുളിക്കാൻ വരുന്നുണ്ട്. അവസ്ഥ എൻ്റെ ഗായ്സെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു ചേട്ടൻ കയറി വന്നേ. ഞങ്ങളങ്ങനെ എന്തൊക്കെയോ കാണിച്ച് ചാടി മറിഞ്ഞ് കൈ കിട്ടിയ സാധനങ്ങളെല്ലാം വാരി വലിച്ചെടുത്തിട്ട് ഇതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒന്നും പറയേണ്ട അവസ്ഥയാണ്. പുഴ പിന്നെ ആരുടെ സ്വന്തമൊന്നും അല്ലല്ലോ, ആർക്കെപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ രാവിലെ വന്നാലും വൈകുന്നേരം വന്നാലും തന്നെ അവസ്ഥ. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വെയിലും. എന്നാലും നമ്മൾ കുറേ വെയിൽ കൊണ്ടു. എന്ത് പറയാനാ ഓരോ അവസ്ഥകൾ. അങ്ങനെ ഇതേ തുണിയെല്ലാം വാരി കെട്ടി പെറുക്കി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ എത്ര വട്ടം എത്തുന്നു